കോഴിക്കോട് ഫറൂഖ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതി ചാടിപ്പോയി. വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് ചാടിപ്പോയത്. അസം സ്വദേശി പ്രസൻജിത്താണ് കൈവിലങ്ങോടെ രക്ഷപ്പെട്ടത്. ഷഹദ് റഹ്മാൻ ടെലിഫോണിൽ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷഹദ്, കൈവിലങ്ങോടെ ചാടിയെങ്കിൽ പിടിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പറയൂ. ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. പോലീസ് വ്യാപകമായിട്ട് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 7:30 കൂടിയിട്ടാണ് ഈ പ്രതി ജയിലിൽ നിന്നും ചാടിപ്പോകുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോകുന്നത്. പോലീസ് സ്റ്റേഷന്റെ പുറകുവശത്തോടു കൂടിയാണ് അയാൾ ചാടിപ്പോയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എസ്കേൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ്. കൈവിലങ്ങ് ഇയാളുടെ കൈവിലങ്ങുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ദൂരം ഇയാൾക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അസം സ്വദേശിയായിട്ടുള്ള പ്രസൻജിത്ത് ആണ് ചാടിപ്പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പോകാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധനകളും നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ എത്തിക്കാൻ സാധിക്കും, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും അല്പസമയത്തിനകം പുറത്തു വരും. എന്തായാലും പ്രതിയെ വേഗം പിടിക്കട്ടെ, കൈവിലങ്ങ് അദ്ദേഹം പൊട്ടിച്ചു കളയുന്നതിന് മുമ്പ്.